ഈ കടകം മുതൽ പുളുന്തുരുത്തി വരെ ആ ചെയ്ത റോഡിൽ തടസ്സം സൃഷ്ടിക്കുന്ന പണിയല്ലാതെ വേറെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ BJP എന്ന് പറയുന്ന കുറച്ച് പയ്യന്മാരിറങ്ങി നിന്നിട്ട് അതിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ആദ്യം കടകത്ത് ചെയ്തു പോയി എന്നുള്ള ഒറ്റ കുറ്റം കാരണം കൊണ്ട് ബാക്കി അങ്ങോട്ട് ചെയ്യാൻ പറ്റൂല, അവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ആ വർഷത്തിൽ ഏതാണ്ട് 50 ലക്ഷം രൂപയോളം അവർ തടസ്സപ്പെടുത്തിയ മുഖാന്തരം നഷ്ടമാണ്. മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനെങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണല്ലോ നമ്മളെ സിംസൺ, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കാരുണ്യ കടാക്ഷം കൊണ്ട് ആ പണികളൊന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു. കാരണം ഈ എടുത്തിരിക്കുന്ന കോൺട്രാക്ടറെ കുറിച്ച് ഒരു വിവരവുമില്ല, അയാളെ വിളിച്ചാൽ എടുക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലായപ്പോഴത്തേക്കാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. നമുക്ക് മറ്റാർക്കും കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ഇനി ഒരു ഫണ്ട് ചിലവാക്കാൻ പറ്റില്ല. MLA ഫണ്ട് കൊടുത്തതിൻ്റെ മുകളിൽ പഞ്ചായത്തിനൊരു ഫണ്ട് ചിലവാക്കാൻ പറ്റില്ല, MLAക്ക് ഇനി അതിൻ്റെ മുകളിലൊരു ഫണ്ട് ചിലവാക്കാൻ പറ്റില്ല. ഇതാണ് സ്ഥിതി. അത് കഴിഞ്ഞാൽ ബാക്കി എത്ര റോഡുകളാണ് ഇവിടെ ചെയ്തത്? ജില്ലാ പഞ്ചായത്ത് ചെയ്ത റോഡ് ഈ കടകം മുതൽ പുളുന്തുരുത്തി വരെ ആ ചെയ്ത റോഡിൽ തടസ്സം സൃഷ്ടിക്കുന്ന പണിയല്ലാതെ വേറെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ BJP എന്ന് പറയുന്ന കുറച്ച് പയ്യന്മാരിറങ്ങി നിന്നിട്ട് അതിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് ആദ്യം കടകത്ത് ചെയ്തു പോയി എന്നുള്ള ഒറ്റ കുറ്റം കാരണം കൊണ്ട് ബാക്കി അങ്ങോട്ട് ചെയ്യാൻ പറ്റൂല, അവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ആ വർഷത്തിൽ ഏതാണ്ട് 50 ലക്ഷം രൂപയോളം അവർ തടസ്സപ്പെടുത്തിയ മുഖാന്തരം നഷ്ടമാണ്. ഈ പുളുന്തുരുത്തിനകത്ത് ചെയ്തതിൽ വന്ന നഷ്ടമാണ്. ഇപ്പം ഈ വർഷം അത് ചെയ്യുകയാണ്, അതിൻ്റെ 2 സൈഡും കോൺക്രീറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴും ഇത് ജില്ലാ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വേറെ ആരാണ് ഇവിടെ വന്ന് വികസന പ്രവർത്തനം നടത്തിയത്? ബാക്കി പോയിട്ട് നമ്മുടെ ലക്ഷം വീടിൻ്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 1 കോടിയോളം രൂപയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്? 1 കോടി രൂപ. എത്ര വീടുകളാണ് അവിടെ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി ഫണ്ട് കൊടുത്തിരിക്കുന്നത്? മറ്റ് ആരുടെ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങൾ. നമ്മുടെ കയർ സൊസൈറ്റിയിലേക്ക് പോകുന്ന റോഡ് ആരാണ് അവിടെ അത് കോൺക്രീറ്റ് ചെയ്തത്? പഞ്ചായത്താണ് ചെയ്തത്, പഞ്ചായത്ത് ഫണ്ട് കൊടുത്തിട്ടാണ് ചെയ്തത്. ഇപ്പം അവസാനമായിട്ട് ഷൈജ ഉന്നയിച്ച ഒരു ആവശ്യമുണ്ടായിരുന്നു. സെൻറ്റ് ജെയിംസ് ചർച്ച് മുതൽ അതായത് തോപ്പിലോട്ട് പോകുന്ന അതുവരെയുള്ള ഓട നിർമ്മാണത്തിൽ അവിടെ സ്ലാബ് വേണം. പലപ്പോഴും അവിടെ അപകടങ്ങൾ സംഭവിക്കുന്നു, സ്ലാബ് വേണം. 3 ലക്ഷം രൂപ ഇപ്പോൾ അതിനു വേണ്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഒരല്പകാല താമസം വന്നു, ഇല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ആ സ്ലാബിൻ്റെ പണി തീരുമായിരുന്നു. ഈ സമിതി ഇറങ്ങിപ്പോയിരുന്നാലും അത് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. 3 ലക്ഷം രൂപ വെച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളെല്ലാം പൂർത്തിയായി, അതിൻ്റെ ടെൻഡറിങ്ങും കഴിഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഏതെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ, ശൈലയ്ക്ക് ഒത്തിരി പരാതികൾ പറയാനുണ്ടായിരുന്നു. അതിലിനി 1-2 കാര്യങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നതെന്ന് പറയുന്നത്. ബാക്കി പോയാൽ ശൈല ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വാർഡിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. സ്ട്രീറ്റ് മെയിൻ ഇല്ലാതിരുന്ന ഭാഗത്ത് 2 സ്ഥലത്തേക്ക് സ്ട്രീറ്റ് മെയിൻ വലിച്ചു കൊടുത്തു. ലൈറ്റ് അവിടെ പുതുതായിട്ട് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനാവശ്യമായ ഫണ്ട് എത്രയായിരുന്നാലും നമ്മൾ അതിന് നൽകി. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ നമുക്ക് ഈ പുളുന്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയും. മറ്റു കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പഞ്ചായത്ത് ചെയ്തിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് കാർഷിക മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് നമ്മുടെ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി കാര്യങ്ങൾ ഇന്ന് രാവിലെ ഞാൻ 11 മണിക്ക് ഞാൻ അവിടെ പോയി ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കാർഷിക മേഖലയിൽ കൃഷി ചെയ്യുന്നതിനാവശ്യമായ വിത്തും വളവും കൊടുക്കുന്ന ഒരു പരിപാടി. ഏതാണ്ട് എൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 25 ഇനങ്ങളിലുള്ള തൈകളും അതിനാവശ്യമായ വളവും അതിനാവശ്യമായ പ്രതിരോധത്തിനാവശ്യമായ മരുന്നുകളും വിതരണം ചെയ്തുകൊണ്ട് MLA ഉൾപ്പെടെ വന്നിരുന്നു. എങ്കിലും MLAക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് MLA പോയി. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയി അത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. കാർഷിക മേഖലയിലെ കാര്യം പറഞ്ഞാൽ നമ്മൾ സ്കൂളുകളിൽ വരെ, നമ്മുടെ ഈ സ്കൂളിൽ വെച്ചാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിള്ളേർക്കുള്ള സ്കൂളിൽ വെച്ചാണ് വിത്തും വിദ്യയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അവരെ കൃഷിയിലേക്ക് അവരെ ഈ കുഞ്ഞുകാലം മുതൽ തന്നെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ തൈകളും അതുപോലെ തന്നെ അതിനാവശ്യമായ വളങ്ങളും ഇതെല്ലാം വിതരണം ചെയ്തുകൊണ്ട് വളരെ കുതിച്ചുചാട്ടം നടത്തുന്ന രീതിയിലാണ്. നമ്മുടെ ഇവിടെ തന്നെ എത്ര കൃഷിക്കൂട്ടങ്ങളുണ്ട്, ഇവിടെ തന്നെയുണ്ട്. ആ കൃഷിക്കൂട്ടങ്ങൾ മുഖാന്തരം നമ്മുടെ സർവീസ് ബാങ്കിൽ
കൃഷി നാണയം എന്ന പേരിൽ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. ഇന്നിപ്പോൾ ഓരോരുത്തരുടെയും അവരുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു 30,000 രൂപ വീതം അവരുടെ സമ്പാദ്യമായിട്ട് ആ അക്കൗണ്ടിലേക്ക് അവർ നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചിരുന്നാലും നാളെ രാവിലെ 9 മണിക്ക് മറ്റൊരു പദ്ധതി നമ്മളെ കേര പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്ന പൈസ ഏതാണ്ട് 3 ലക്ഷം രൂപ എടുത്തിട്ട് അത് 2 കൃഷിക്കൂട്ടങ്ങൾക്കായിട്ട് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു. ആ 2 എണ്ണത്തിൽ ഒരെണ്ണം ഇന്നലെ കരിന്തോക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇനി നാളെ ആനത്തലവട്ടം ബീച്ച് റോഡിൽ ഒരെണ്ണത്തിൻ്റെ ഉദ്ഘാടനം നാളെ നടക്കുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും നമ്മളെ ഒരാൾ പോലും തൊഴിൽ രഹിതരായി നിൽക്കേണ്ടതില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈ സംസ്ഥാനത്തിനകത്ത് ആകെ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിനകത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. ഇതിൽ പരം വേറെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ആരോഗ്യ മേഖലയിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കാം. ആരോഗ്യ മേഖലയിൽ ഈ നമ്മൾ ആദരിക്കാൻ പോവുകയാണ് 3 ഡോക്ടർമാരെ, അലോപ്പതിയിലെയും ആയുർവേദത്തിന്റെയും ഹോമിയോയുടെയും. ആവശ്യപ്പെടുന്ന ഫണ്ട് നമ്മൾ എല്ലാ വർഷവും അവർക്ക് കൊടുക്കുകയാണ്. അവരാവശ്യപ്പെടുന്ന ഫണ്ട് കൊടുക്കുന്നു. പക്ഷെ അതിന് എത്ര കണ്ട് പ്രയോജനപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ പ്രയോജനപ്പെടുത്തുന്നവർ വളരെ കുറവാണ്. കാരണം ഇത് ഒരു ഒതുങ്ങിയ ഒരു ഭാഗത്തായതുകൊണ്ട് അത് നടക്കുന്നില്ല. അതേസമയം ഹോമിയോയുടെ ഒരു സബ് സെന്റർ നമ്മൾ കാട്ടുകുളത്തിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ആ സബ് സെന്ററിൽ അവിടെ വരുന്നതിനേക്കാൾ 3 ഇരട്ടി ആൾക്കാർ സബ് സെന്ററിൽ വരുന്നുണ്ട്. അതേസമയം ആയുർവേദത്തിന് നമ്മളൊരു സബ് സെന്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ആ തീരുമാനം ഇനി ഇറങ്ങിപ്പോകുന്ന സമയത്ത് നടക്കുമോ എന്ന് പറയാൻ കഴിയില്ല. അവരുടെ ജില്ലാ ഓഫീസിൽ നിന്നും മറ്റുമൊക്കെ അതിൻ്റെ അനുമതി കിട്ടിയാൽ മാത്രമേ തുടങ്ങാൻ കഴിയുള്ളൂ. അങ്ങനെ ഏത് മേഖല എടുത്തിരുന്നാലും വികസനം മാത്രമേ നമുക്ക് എണ്ണി പറയാൻ കഴിയുള്ളൂ. ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പുതിയ ചില പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ട് നമ്മുടെ ഈ കൊച്ചു പ്രദേശത്തിൽ നിന്നും അതിനെല്ലാം തന്നെ ഒരു ജാതീയമായ വേർതിരിവിലെത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. എവിടെ ചെന്നിരുന്നാലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇത് ആരുണ്ടാക്കിയെടുത്തത് എന്ന് ചോദിച്ചാൽ ആരാണ് ഉണ്ടാക്കിയെടുത്തത്? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തതിന് കാരണക്കാരായിട്ടുണ്ട്. 10-60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചിരുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ആണ് ഇങ്ങനെ ഒരു ജാതിക്കോപരത്തിന് പ്രാധാന്യമുള്ള ഒരു വിഭാഗം ഇവിടെ വളർന്നു വരേണ്ടി വന്നത്. അതിനുള്ള സാഹചര്യം അവരാണ് തുറന്നു കൊടുത്തത്. ഈ കഴിഞ്ഞു പോയ പാർലമെന്റ് ഇലക്ഷനിൽ തന്നെ നമ്മളൊന്ന് നോക്കൂ. നമ്മളൊരു മുന്നണി ഉണ്ടാക്കിയെടുത്തു. നമ്മളൊരു വലിയൊരു മുന്നണി ഉണ്ടാക്കിയെടുത്തു. ആ മുന്നണിക്ക് നേതൃത്വം കൊടുത്തത് സി പി എമ്മിന്റെ ഉന്നതന്മാരായ നേതാക്കന്മാരാണ് അതിന് രൂപം കൊടുത്തത്. പക്ഷേ അത് പല സ്ഥലത്തും അഹങ്കാരത്തിന്റെ പേരിൽ പല സ്ഥലത്തും ആ സഖ്യത്തിന് പൊളിക്കുന്ന പണിയാണ് ഈ കോൺഗ്രസ് ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നാടിന്റെ ഈ പാർലമെന്റിൽ ഭരണം നടത്തേണ്ടിയിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും ഈ ജാതി പ്രസ്ഥാനങ്ങൾ വളർന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും പിന്തുണ കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണിത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. മൻമോഹൻ സിംഗ് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണം നടത്തുന്നതിന് കാരണക്കാരൻ നമ്മളായിരുന്നു. നമ്മൾ 1-2 ഡിമാൻഡ് വെച്ചുകൊണ്ടുണ്ട്. ഏതാണ്ട് 62 വരുന്ന MP-മാരെ നമ്മൾ ഒരു ഡിമാൻഡും വെക്കാതെ നമ്മൾ പിന്തുണ കൊടുത്തു. നമ്മൾ ആകെ പറഞ്ഞ 2 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഈ രാജ്യത്ത് തൊഴിലുറപ്പ് നടപ്പാക്കണം. തൊഴിലുറപ്പ് എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കണം. അതാണ് നമ്മൾ വെച്ചത്. നമുക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രി ഒരു തരാമെന്ന് പറഞ്ഞ സമയത്ത് അതെല്ലാം തിരസ്കരിച്ചുകൊണ്ട് അതെല്ലാം ഞങ്ങളുടെ ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ ആണവ നിലയത്തിനെതിരെയുള്ള ഒരു കരാറ്, ഇങ്ങനെ 2 കരാർ മാത്രമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷേ അതൊക്കെ തന്നെ ആ കൊടുത്ത പിന്തുണയെല്ലാം തന്നെ വേണ്ടാത്തതായിരുന്നു എന്ന് പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് വരാൻ പോകുന്നത്. ഇന്നിപ്പോൾ പെരുമാതുറയിൽ നമ്മുടെ 13-ാം വാർഡ് എന്ന് പറയുന്നത് അവിടെ പട്ടികജാതി വാർഡാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞ കുറേ കാലം നമ്മളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് 3 ത്രിവർണ്ണ പതാകയുടെ തോർപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇവിടെ വെച്ച് എന്നെ ചിലർ കാണിച്ചു. അവിടുത്തെ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ്. പാഴ്വേലയാണ്, യാതൊരു സംശയമില്ല. ഇപ്പോഴേ അടിവരിയിട്ട് പറയുന്നു, പാഴ്വേലയാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. ഈ പെങ്ങൾ തോക്കാൻ പോകുന്നത് എത്രയ്ക്കാണ് തോക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം.
അതിനുള്ള എല്ലാ ആർജവവും പെരുമാതുറയ്ക്കുണ്ട്. പെരുമാതുറയുടെ ജനങ്ങൾ അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. എന്തായിരുന്നാലും ഒറ്റ കാര്യമേ പറയുവാനുള്ളൂ, നമ്മുടെ നാട്ടിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എന്നും സൗഹാർദ്ദത്തോടുകൂടി എല്ലാ ജാതിമത ചിന്തകൾക്കും അതീതമായി മനുഷ്യരായി ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. ഈ പഞ്ചായത്തിലും ആ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കഴിഞ്ഞ 72 വർഷക്കാലമായി ഈ പഞ്ചായത്തിൻ്റെ ഭരണം നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഈ അവസാനത്തെ ഈ 2 വർഷക്കാലം മാത്രമാണ് ഞാൻ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഇനിയും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്ത് 19 വാർഡിലും നമ്മൾ ജയിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.